ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇപ്പം പിന്നെ യൂട്യൂബ് തുറന്നാൽ ഫുൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് കമൻറ്റ് തുറന്നാൽ പറയും വേണ്ട, സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക ടൈം അങ്ങോട്ട് സെറ്റ് ആവണില്ലടോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമുക്ക്. സ്റ്റിക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഒരു കാര്യം ഓർമ്മ വന്നത്, ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മൊത്തം ന്യൂസ്റ്റു അടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാരണം നമുക്ക് പണ്ടൊരു 5 രൂപയുടെ ഒരു ഷീറ്റ് സ്റ്റിക്കർ മേടിക്കാൻ കിട്ടിയിരുന്നതില്ലേ, അതാണ് എനിക്ക് ഫുള്ളി സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ ഒരു ഓർമ്മയിലുണ്ടായിരുന്നത്. കാരണം നമ്മൾ 5 രൂപക്ക് ആ ഒരു ഷീറ്റ് സ്റ്റിക്കറിൽ കുറേ ഉണ്ടാകും. നമ്മൾ ഉമ്മാനോട് കെഞ്ചി കരഞ്ഞ് ചില്ലറയൊക്കെ തപ്പി പിടിച്ച് അത് കടയിൽ പോയി മേടിക്കും. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിലും നോട്ടിലൊക്കെ ഫുള്ള് ഒട്ടിച്ച് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കും, ഒരു കുട്ടികൾ നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കും, എടി എനിക്ക് ആ സ്റ്റിക്കർ തരുമോ, ഇക്കാ ലവ് ചിഹ്നം തരുമോ, അല്ലെങ്കിൽ ഇക്കാ മഴവില്ല് തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കൂല. അപ്പം അമ്മക്കൊരു മെയിനല്ലേ നമ്മൾ. അതൊക്കെ ഒരു വൈബായിരുന്നു അന്നൊക്കെ. ഒരു ന്യൂസ് അടിച്ചു. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് വരച്ചു കൊടുക്കുന്നുണ്ട്. വരക്കാൻ അറിയാത്തവർ എന്ത് കാട്ടാന്നറിയോ, ഇക്കും വല്ലാതെ ഒന്നും വരക്കാൻ അറിയില്ല. ഞാൻ വലിയ ഇതിൽ വരക്കാൻ അറിയുന്നുള്ളതിൽ 2 വരച്ചു നോക്കി, പിന്നെ അങ്ങോട്ട് ട്രേസ് എടുത്തു കുറേയൊക്കെ. പിന്നെ നമ്മൾ ക്യൂട്ടല്ലേ, അപ്പം നമുക്ക് മൃഗങ്ങൾ വരക്കാം, ആനിമൽസ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, നമുക്ക് ഒക്കെ വരക്കാം. ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടിയും നല്ല പേസ്റ്റൽ കളേഴ്സ് കൊടുത്താൽ ഒക്കെ ക്യൂട്ടായി എന്നാണ്. നമ്മൾ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ വരച്ചെടുത്തു. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിക്ക് പോകാം. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ പേസ്റ്റൽ കളേഴ്സ് ഇട്ടാൽ നമ്മൾ പേസ്റ്റൽ കളറിനെ മേടിക്കണമെന്നില്ല. അധികം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മളൊരു വൈറ്റ് പെയിൻറ്റിൻ്റെ ബോട്ടിൽ മേടിക്കുക. എന്നിട്ട് നമ്മളടുത്ത് ഏത് കളറാണുള്ളത് അത് വൈറ്റ് കൂടുതലും ആ കളർ കുറച്ചും എടുത്തിട്ട് ആ വൈറ്റിൽ മിക്സ് ചെയ്താൽ നമുക്ക് നല്ലൊരു പേസ്റ്റൽ കളർ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഫുൾ അധികം കളേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 25 റുപ്പീസ് 25 റുപ്പയുടെ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലില്ലേ വൈറ്റ്, അത് മേടിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള കളേഴ്സ് അത് വേണ്ടതിനൊക്കെ അത് ചേർത്ത് മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 1. ഇനി അങ്ങോട്ട് പെയിൻ്റ് അടിച്ച് തകർക്കുക. നമുക്ക് വേണ്ടടുത്തും പെയിൻ്റ് അടിച്ച് കൊടുക്കുക, വേണ്ടാത്തടുത്തും പെയിൻ്റ് അടിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് പേസ്റ്റൽ കളേഴ്സ് കൊണ്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടാവും. കാരണം ലൈറ്റ് കളേഴ്സ് വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. ഈ ഗോൾഡനും സിൽവറൊക്കെ അതൊന്നും അങ്ങോട്ട് ക്യൂട്ടിൽ പെടുന്ന ഐറ്റംസ് അല്ല. നമ്മൾ നല്ല ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് യെല്ലോ, അതൊക്കെ കുറച്ച് നല്ലൊരു ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് കളേഴ്സ് അല്ലേ. നമ്മുടെ പെയിൻ്റ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുത്തു എനിക്ക് ഇതൊക്കെ പാടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കാണുമ്പോൾ ഒരു മെനല്ലാന്ന് ഇക്കും അറിയാം, ഇങ്ങൾക്കും അറിയാം. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ണും മൂക്ക് കുറച്ച് കൊടുക്കാം, എന്നാൽ സെറ്റ് ആയിക്കോളും. പക്ഷേ ഇന്നാലും നമുക്ക് അത്ര കണ്ട് സെറ്റ് ആവില്ല. നമ്മൾ ബോർഡറും കൂടി വരച്ച് കൊടുക്കണം. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോഴേ ബോർഡർ ഇല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. ഇതിങ്ങനെ ആ ഒരു CD മാർക്കർ കൊണ്ട് ആ ഒരു സൈഡ് പോർഷനൊക്കെ കൊണ്ട് വരച്ചെടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇതൊന്ന് തീർന്ന് അതൊന്ന് ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് കാണാനുള്ള ആ ഒരു ത്വര എന്നൊക്കെ പറയില്ലേ, അതേ കാര്യം മൊത്തം നമ്മുടെ മനസ്സിലുണ്ടാവുക. എല്ലാതും അത്യാവശ്യത്തിനൊക്കെ പെർഫെക്റ്റ് ആയിക്കണോ. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു CD മാർക്കർ വെച്ച് വരക്കുന്ന ഒരു ഉണ്ടല്ലോ, അത് ഞാൻ ട്രേസ് എടുത്ത് വരച്ചതാണ്. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിൽ അത്രക്കണ്ട് നല്ലൊരു ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കാണാൻ കുറച്ചൊക്കെ ഭംഗിയില്ലേ, കുറച്ച് ഒരു അടിപൊളിയായ ലുക്ക് ഉണ്ട്. നമ്മൾ ഫുള്ളൊപ്പം ഒന്ന് ബോർഡറൊക്കെ വരച്ച് സെറ്റാക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. ഇനി നമുക്കതൊന്ന് ഒരു ഇഞ്ചോ 1 സെൻറ്റിമീറ്ററൊക്കെ വിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് അതിൻ്റെ ആ ഒരു പോർഷൻ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ. ഇതൊക്കെ എന്താണ് ഏതാണെന്നൊന്നും എന്നോട് ആരും ചോദിക്കരുത്. കാരണം എനിക്കൊന്നും അറിയില്ല എന്താണ്. ഫുൾ ഗൂഗിൾ, പിൻട്രസ്റ്റ് അത് തന്നെയാണ് മൊത്തം. നമ്മൾ ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് മുമ്പ് ഈ ഒരു വേസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മളെ കട്ട് ചെയ്ത് കളയും നമ്മുടെ വീട്ടിൽ നിന്ന്. ഇനി നമ്മളെ ചാനലിലെ ടിപ്പ് നമ്പർ 2, ഇത് നമ്മളൊരു ഇൻസുലേഷൻ ടൈപ്പ് നമുക്ക് എപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ടേക്കാരം. ആവശ്യമുള്ളപ്പോൾ നമുക്കത് മാന്തിയാൽ കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക. എന്നിട്ട് അത് അതിൻ്റെ അവിടെ ഒട്ടിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ വലിച്ച് നമ്മളതൊന്നും ഇങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വലിയൊരു വാസലിൻ്റെ ജാർ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഒരു വെയിറ്റ് അത്രയേ ഉള്ളൂ. അത് നമുക്ക് ആ ഒരു നമ്മുടെ ഗ്ലൂ ഉള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു സ്റ്റിക്കർ തല തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. തല തിരിച്ച് പറഞ്ഞാൽ അതിൻ്റെ കാണുന്ന ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. ഇനിയാണ് മക്കളെ മൊത്തം റിസ്ക് ഉള്ള പണികളാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പെടുന്ന പണി. ഇതിക്കും സിമ്പിളായിട്ട് ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മനസ്സിൽ അതങ്ങനെ ചെയ്തുകൂടായിരുന്നില്ലേ, ഇതിങ്ങനെ ചെയ്തുകൂടായിരുന്നില്ലേ എന്നുള്ളൊക്കെ ഒരു തോട്ട് വരുന്നത്. എന്താ പറയുക, കാര്യം കഴിഞ്ഞില്ലേ. ഇനി നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇത് കയ്യും മൊട്ടിയിട്ടും കത്രിക മൊട്ടിയിട്ടും അതങ്ങനെ കാട്ടിയിട്ടും ഇങ്ങനെ എന്തൊക്കെ പാടെ ഞാൻ അവിടെ കടന്ന് കാട്ടിക്കണമെന്ന് ഇക്കെന്നെ അറിയില്ല. ഇനി നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നല്ല സോഫ്റ്റ് ഷീറ്റില്ലേ, അത് ഉള്ള ഷീറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് അത് അവിടുന്ന് പീൽ ചെയ്ത് കിട്ടുന്ന എന്തും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വരച്ച് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.